ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എൻ്റെ വ്യൂസിനോട് എന്താണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ദേഷ്യമായിട്ടാണ് ഇരിക്കുന്നത്. ചില ഈഗോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളോട് ഇപ്പോൾ അവരുടെ സ്നേഹമൊന്നും അവരിപ്പോൾ പ്രകടിപ്പിക്കുവാൻ അവർ നിൽക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇപ്പോൾ സ്നേഹത്തെ അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എന്താണ്, നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടോ വിശ്വാസമുണ്ടോ എന്നൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിലൊരു വിശ്വാസം ഇപ്പോൾ നിങ്ങൾക്ക് അവരോടുണ്ടോ, ഇനി ഈ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് ലൈഫുണ്ടോ എന്നൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അവർ എന്ത് തീരുമാനമെടുക്കുമ്പോഴും അതിൻ്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ എന്തെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ഈഗോ പ്രശ്നം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് അവർക്കും ഉണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന തീരുമാനം രണ്ട് വഴിയിലേക്കാകുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ചെറിയ ഈഗോയിലോ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യത്തിലോ ഇരിക്കുന്നു. ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഈ ഒരു പിണക്കം മാറി വരുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു പിണക്കം മാറുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇപ്പം മൂഡ് സിങ്സ് ആണ്. അപ്പം ഈ ഒരു കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ചില വ്യക്തികൾ ഇവിടെ ഇടപെട്ടിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. തീർച്ചയായിട്ടും മാറും, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഗ്രഹണം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ മൂന്നെന്ന് പറയുമ്പോഴത്തേക്ക് സണ്ണിനെ മറച്ചു നിർത്തിയിരിക്കുകയാണ്. പകുതി സൂര്യനും പകുതി ചന്ദ്രനുമാണ്. അപ്പോൾ ഈ ഒരു സമയം ഗ്രഹണം സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ദേഷ്യം ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റായി വരും. ഓക്കെ, നിങ്ങളിലേക്ക് നോക്കുന്നത് കണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും വരും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, എൻ്റെ വ്യൂസിനോട് നൽകുന്ന മെസ്സേജ് എന്താണ്? വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഹാങ്ഡ് സിറ്റുവേഷനാണ്. എന്താണ് ഈ റിലേഷനിൽ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. അവർ ഇപ്പോൾ ഒരു അവയർനെസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, തീരുമാനം എടുത്തിട്ട് എന്തായിരുന്നാലും അത് അറിയിക്കും എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പം ഈ കണ്ണൊക്കെ കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.